അങ്ങനെ നമ്മുടെ സുധി വന്ന ഉടനെ അവൻ്റെ അമ്മയെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യമുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, എടാ ഞാൻ ഉണ്ട് നിനക്ക്, നീ എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധി വേഗം എണീറ്റിട്ട് നമ്മുടെ രവിയെ പിടിച്ചിട്ട് ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയുണ്ടായും. സോറി അച്ഛാ, ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ ചതിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതിനുള്ള ശിക്ഷയാണ് വെച്ചാൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യമുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നത്, അതൊക്കെ പോട്ടേടാ, നിന്നെ ഞാൻ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവി ആണെങ്കിൽ അതിലേക്കേറെ വിഷമിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രവി നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് നമ്മുടെ സുധിയെ ഉള്ളിൽ പോയി കടത്താൻ പറയുന്നുണ്ട്. സച്ചി മെല്ലെ പിടിച്ചിട്ട് നമ്മുടെ സുധീനെ ഉള്ളിൽ കൊണ്ടുപോയി കടത്തുന്നുണ്ട്. എന്തായാലും രവി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയോട് നമ്മുടെ രവി പറയുന്നത്, നിനക്കൊക്കെ ക്ഷമിച്ചുകൂടെ ചന്ദ്ര, ഇനിയൊക്കെ നമുക്ക് മറന്ന് കളയാം, ഒക്കെ വിട്ട് കളയാം, നമുക്ക് ശ്രുതി അങ്ങോട്ട് കൊണ്ടുവരാം നമ്മളെ മകൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു, ഇനി ഞാൻ അവളെ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഇനി നിങ്ങളെല്ലാവരും അവളെ മറന്നേക്കി എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമം വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ചന്ദ്ര കേൾക്കണില്ല. എന്തായാലും ചന്ദ്ര സുധിയെ കാണാൻ മേലെ പോകുന്നുണ്ട്. എന്നിട്ട് സുധിയുടെ അടുത്ത് ഇരുന്നിട്ട് സുധീനെ ഒരുപാട് ഉഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കേണ്ടത്, എൻ്റെ മോൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.